വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൽ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ്. 2024 2025 പുതിയതായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 221 ചോദ്യമാണ്. 220 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓൺലി. കുറച്ച് ഡിഫറെൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്രാവശ്യത്തെ ടോപ്പിക്ക് നോക്കുക കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലർക്കും എന്തായാലും ഏകദേശം അതിന് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ടോപ്പിക്ക് മനസ്സിലാക്കിയെടുത്ത് പഠിക്കുക. ഈ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓൺലി. ഇക്വിറ്റി മാത്രമേ ഉള്ളൂ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ലിവറേജ് എങ്ങനെയായിരിക്കും എന്നാണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഡിഗ്രി ഓഫ് ലിവറേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഹൈ ലിവറേജ് ആണോ, ലോ ലിവറേജ് ആണോ, മീഡിയം ലിവറേജ് ആണോ, നോ ലിവറേജ് ആണോ, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ, ഡെറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറേജ് റിഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ ഒരു റിട്ടേൺസ് ഇക്വിറ്റി ഹോൾഡേഴ്സിന് റിട്ടേൺസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് ഇല്ല എന്നാണ് പറയുന്നത്. ഇഫ് എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓൺലി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നോ ഡെറ്റ് എന്നാണ്. സോ അവിടെ നോ ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ലിവറേജ് ഇല്ല എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഡെറ്റ് ഇല്ലാത്ത കാരണം ഇവിടെ എന്തില്ല, ലിവറേജ് ഇല്ല എന്നൊരു കണ്ടീഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 222 കേട്ടോ. ദ കറൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ 2:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കറൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആൻഡ് ദ എമൗണ്ട് ഓഫ് കറൻറ്റ് ലയബിലിറ്റി 75,000 ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. കറണ്ട് അസറ്റ് എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് കറൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നുണ്ട് 2:1 എന്ന്. പിന്നെ കൂടാതെ കറണ്ട് ലയബിലിറ്റി 75,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത്, കറണ്ട് അസറ്റ്സ് ഈസ് ടു ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് എന്ത് കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഈ 1 എന്നുള്ളത് 75,000 സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതൊരു റേഷ്യോ ഉണ്ട്, 75,000 എന്നാണ്. അപ്പോൾ ആ 1ന് പകരമാണ് അവിടെ 75,000 ഉള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ഡബിളാണ് 2 വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 75,000 നേരെ ഡബിൾ എടുക്കുക കേട്ടോ. ഓക്കെ, 75,000 നേരെ ഇരട്ടി എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. എത്രയാണ് വരുന്നത്, 1,50,000 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കറണ്ട് അസറ്റ്സ് ഈസ് ടു കറണ്ട് ലയബിലിറ്റീസ് എന്നൊരു സംഭവം, അതായത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് റേഷ്യോ എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് എന്താണെന്ന്. അതൊരു എക്സ്പെൻസ് ആയിട്ടാണോ കണക്കാക്കുക, അതൊരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണോ കണക്കാക്കുക, അതൊരു ലൈബിലിറ്റി ആണോ, അതൊരു അസറ്റാണോ, എന്തായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്നുമാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്തായാലും പ്രോഫിറ്റ് ഉണ്ടല്ലോ, പ്രോഫിറ്റ് എന്നൊരു അപ്രോപ്രിയേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഉത്തരമായിട്ട് വരിക അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നാണ് വരിക കേട്ടോ. അതെന്തല്ല ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് ദ റുപ്പീസ് റിസീവ്ഡ് ടുഡേ ഹാസ് എ ഹൈ വാല്യൂ ദാൻ എ റുപ്പി റിസീവ്ഡ് എ ഇയർ ലേറ്റർ. ഓക്കെ, അതായത് നമ്മൾ പറയും അല്ലേ, നമ്മൾ നോർമലി പറയുന്നത് തന്നെയാണ് പൈസയ്ക്ക് മൂല്യം. അപ്പോൾ ഒരു 10 വർഷം മുമ്പ് 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, 1,00,000 രൂപ എന്നല്ല, പൊതുവെ നമുക്ക് ഭയങ്കര വലിയ എമൗണ്ടായി തോന്നിയിരുന്നു അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആളുകൾക്ക് എത്ര സാലറിയാണ് ലഭിച്ചിരുന്നത്. ഏത് മേഖലയായിക്കോട്ടെ, ഏത് മേഖലയായാലും നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ, പണ്ട് നമ്മൾ ചിലപ്പം 20 പൈസ 50 പൈസയൊക്കെയാണ് നമ്മൾ ബസ്സിന് പോയിരുന്ന സമയം ഉണ്ടായിരുന്നത്. കുറച്ച് മുമ്പത്തെ കാലമാണ് പറയുന്നത്, കുറച്ച് മുമ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ 20 പൈസയേ ഉള്ളൂ ആകെ.
ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനുള്ള ദൂരം 20 പൈസയേ ആകുള്ളൂ. അപ്പോൾ ആ ഒരു അന്ന് അതിന് വാല്യൂ ഉണ്ടായിരുന്നു. ആ 20 പൈസ എന്ന് വെച്ചാൽ അതിന് അത്യാവശ്യം മൂല്യമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. 20 പിന്നെ 50 പൈസയാക്കി മാറ്റി, 50 പിന്നെ 1 മാറ്റി. പിന്നെ കോളേജ് ഡേയ്സൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി കൂടിയല്ല, 2 രൂപയും 5 രൂപയൊക്കെയായി മാറിയിരുന്നു. അപ്പോൾ കുറേ മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും റുപ്പിയുടെ വില വ്യത്യാസം വരും അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഡാഷ്, ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ഈ റുപ്പീസിൻ്റെ റിസീവ്ഡ് ടുഡേ, ഇന്ന് ലഭിക്കുന്ന രൂപയ്ക്ക് ഹൈ വാല്യൂ ദാൻ എ റുപ്പി റിസീവ്ഡ് എ ഇയർ ലേറ്റ്, ഒരു വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന പൈസേനേക്കാളും മൂല്യം ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നാണ് പറയണത്. അപ്പോൾ ശരിയാണ്, അങ്ങനെ ചിന്തിക്കാൻ വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റിട്ടേൺസ് ഹൈ ആക്കി കിട്ടും അല്ലേ. റിട്ടേൺസ് കൂടി വരാം, കുറഞ്ഞും വരാം. ഇപ്പം ഇന്നത്തെ കാലത്ത് റിട്ടേൺസ് കൂടുന്ന പോലെ തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ്റെ ഫലമായിട്ട് നമ്മുടെ പൈസയുടെ മൂല്യം, വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യാല്ലേ. ഇപ്പോൾ 1 ലക്ഷത്തിന് കിട്ടുന്ന ഒരു സാധനം ചിലപ്പോൾ നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ പണ്ട് ഒരു 15 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീട് പണിയായിരുന്നു. ഇപ്പോൾ അതെന്തായി, ഇപ്പോൾ ഒരു മിനിമം 25 ലക്ഷം വേണം നല്ലൊരു വീട് പണിയാണെങ്കിൽ അല്ലേ. അപ്പോൾ നിർമ്മാണ ചെലവ് കൂടി, അതുപോലെ തന്നെ സാധനങ്ങളുടെ എല്ലാ എക്യുപ്മെൻറ്റ്സിനും വില കൂടിയിട്ടുണ്ട്. പിന്നെ പണിക്കാരുടെ ചിലവ് കൂടി. അപ്പോൾ അതാണ്, ഇതൊക്കെ ഒരു എക്കണോമിക്കൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാജുവലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണ്, പൈസയുടെ മൂല്യം ഇങ്ങനെ കുറയുകയാണ്. അപ്പോൾ അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് എക്കണോമിക്സിൽ. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അത് പറയുന്നത് കേട്ടോ. ടൈം വാല്യൂ ഓഫ് മണി എന്നൊരു കൺസെപ്റ്റ് പ്രകാരമാണ് ഈ റുപ്പീസ് റിസീവ്ഡ് ടുഡേ ഹാസ് എ ഹൈ വാല്യൂ ദാൻ എ റുപ്പി റിസീവ്ഡ് എ ഇയർ ലേറ്റർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ മറ്റു പേരിൽ അറിയപ്പെടും. മാർജിനൽ കോസ്റ്റിംഗ് അതെന്താണെന്നാണ് കേട്ടോ. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ്, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ മറ്റ് എന്ത് പേരിൽ അറിയപ്പെടുക, വാരിയബിൾ കോസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുക കേട്ടോ. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് വാരിയബിൾ കോസ്റ്റിംഗ് ആണ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റിംഗ് അല്ല, ഡയറക്റ്റ് കോസ്റ്റിംഗ് അല്ല, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് അല്ല, വാരിയബിൾ കോസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, വാരിയബിൾ കോസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ഇഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് 200, variable cost per unit is 120 and the fixed cost is 3 lakh, what is the break even point എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്താണ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അറിയണ കുട്ടികളും ഉണ്ടാവും, അറിയാത്ത കുട്ടികളും ഉണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അതായത് ഒരു മൊത്തം എക്സ്ട്രാ യൂണിറ്റ്, ഇപ്പം മൊത്തം ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനം ഇപ്പോൾ ഒരു 100 എണ്ണം ഉണ്ടാക്കുകയാണ്. അതുണ്ടാക്കുന്ന ചിലവ് ഫിക്സഡ് ആയിരിക്കും അല്ലേ. 100 എണ്ണം ഉണ്ടാക്കുമ്പോൾ 1000 രൂപ ചിലവാകുന്നു. 100 എണ്ണം ഉണ്ടാക്കുമ്പോൾ 1000 രൂപ ചിലവാകുന്നു. അപ്പോൾ അത് 101 എണ്ണം ഉണ്ടാക്കുമ്പം അത് വർദ്ധിക്കുമല്ലോ, എന്തായാലും ചിലവ് കൂടുമല്ലോ. ആ ചിലവിനെ പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ചിലവ്, ഉൽപ്പാദന ചിലവ്, അതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ മൊത്തം ചിലവിൻ്റെ മാറ്റമാണ് വരിക. എത്രയാണോ കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റിൻ്റെ മാറ്റമാണ് വരുന്നത്. അതായത് എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, വരുന്നൊരു കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ഇവൺ പോയിൻ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് ഇവൺ പോയിൻ്റ് എങ്ങനെ കാണുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക് ഇവൺ പോയിൻ്റ്, അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്, അതുപോലെ വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാം തന്നിട്ടുണ്ട്. ബ്രേക്ക് ഇവൺ പോയിൻ്റ് കാണാനുള്ള സമവാക്യം എന്താ വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് എന്ത്,
ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ 3 ലാക്ക് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ആണ്, വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ 3 ലാക്ക് ഡിവൈഡഡ് ബൈ 200 മൈനസ് 120, 200 മൈനസ് 120 എന്ന് പറഞ്ഞാൽ 80 ആയിരിക്കും. അപ്പോൾ 3 ലക്ഷം ഡിവൈഡഡ് ബൈ 80 എന്ന് പറയുമ്പം ഇവിടെ ഉത്തരം വരുന്നത് 3750 ആണ് കേട്ടോ. 3750 യൂണിറ്റാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു നിങ്ങൾ ബ്രേക്ക് ഇവണിൻ്റെ പോയിൻറ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെയാണ് അടുത്തതും വരുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുന്നത്, കോൺട്രിബ്യൂഷൻ ഇൻ മാർജിനൽ കോസ്റ്റിംഗ് എങ്ങനെയാണ് കാണുന്നതെന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റാണ് കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ തന്നിട്ടുണ്ട് സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് മൈനസ് പ്രോഫിറ്റ് മാർജിൻ. നമ്മുടെ സിയിലാണ് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് തന്നിട്ടുള്ളത്. അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റാണ് എന്ത്, മാർജിനൽ കോൺട്രിബ്യൂഷൻ കാണാൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈക്വൽസ് ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറയും, ചിലപ്പോൾ അങ്ങനെയും കാണാറുണ്ട്. സോ അതൊന്ന് പഠിച്ചു വെക്കുക. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈക്വൽസ് ടു കോൺട്രിബ്യൂഷൻ. ഇനി കോൺട്രിബ്യൂഷൻ കാണാതെ ഇതിൽ തന്നെ പ്രോഫിറ്റ് കാണാൻ ചോദിക്കാറുണ്ട്. പ്രോഫിറ്റ് കാണാൻ ചോദിക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ തരും, ഫിക്സഡ് കോസ്റ്റും തരും. അപ്പോൾ അവ നമ്മൾ മൈനസ് ചെയ്യുക. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റാണ്. പ്രോഫിറ്റ് ഈക്വൽസ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈക്വൽസ് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. ഈ രണ്ടും ഈ ഒരു ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സോ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തത് വന്നിട്ട് ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് ബജറ്റിങ്ങിൻ്റെ ആണ്. ഇൻ വിച്ച് ഓൾ എക്സ്പെൻസസ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് അറ്റ് ഈച്ച് ന്യൂ പീരിയഡ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് ബഡ്ജറ്റിംഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആണോ, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണോ? ഈ ഒരു വാക്കെന്ന് തന്നെ നമുക്ക് ഊഹിച്ചെഴുതാം. ഇതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിലും മാസ്റ്റർ ബഡ്ജറ്റിംഗ് ആണോ, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് ആണോ? അതായത് ഏത് ബഡ്ജറ്റിംഗ് മെത്തേഡിലാണ് ഓൾ എക്സ്പെൻസസ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ഈച്ച് ന്യൂ പീരിയഡിൽ? അതായത് ഇപ്പോൾ നമ്മൾ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഇപ്പോൾ സെയിൽസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ജൂണിൽ അവർ അച്ചീവ് ചെയ്തൊരു സംഭവം ഉണ്ടാവും അല്ലേ? ജൂൺ മാസം അച്ചീവ് ചെയ്തൊരു സംഭവം, കഴിഞ്ഞ ജൂണിൽ അവർ അക്വയർ ചെയ്തൊരു സംഭവം, അല്ലെങ്കിൽ കഴിഞ്ഞ ആ പ്രോജക്റ്റിൽ അവർക്ക് എത്ര കിട്ടി. അപ്പോൾ അതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ സാധാരണ എല്ലാ ഫേമും നടത്തും അല്ലേ? അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞ ഓണത്തിന് എത്ര സെയിലുണ്ടായി, നമ്മുടെ ഇപ്പം എല്ലാ ഇൻഡസ്ട്രീസും നോക്കുക അങ്ങനെയാണ്. കഴിഞ്ഞ ഓണത്തിൽ എത്ര സെയിലുണ്ടായി, ഈ ഓണത്തിന് അപ്പോൾ ആ ഒരു അനുസരിച്ചിട്ടാണ് അവരത് ഫിക്സ് ചെയ്യുക. ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ളത് ഫിക്സ് ചെയ്യുക. അത് നോക്കിയിട്ടാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് ഇത്ര കോടിയാണെങ്കിൽ അതിൻ്റെ മുകളിൽ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ അതിനുള്ള എഫേർട്ട് എടുക്കും അവർ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ ബജറ്റിംഗ് നടക്കുമ്പോൾ തന്നെ ഇവരെന്തില്ല, എല്ലാ എക്സ്പെൻസസും ഓരോ പുതിയ പീരിയഡിനും ഉള്ളത് സെറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ഫ്രഷ് ഇവാലുവേഷൻ ഓഫ് ഓൾ എക്സ്പെൻസസ് എവറി ടൈമാണ്. കഴിഞ്ഞ പ്രാവശ്യം അഡ്വർടൈസ്മെൻറ്റിന് കൊടുത്തത് എന്തോന്ന് അവർ കൺസിഡർ ചെയ്യുന്നില്ല. അവരിവിടെ നോക്കുന്നത് ഫ്രഷ് ഇവാലുവേഷനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഫ്രഷ് ഇവാലുവേഷൻ ഓഫ് ഓൾ എക്സ്പെൻസസ് എവറി ടൈം, എല്ലാ സമയത്തും. അത് പറയുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുമ്പം സീറോ ബേസ്ഡ് ബജറ്റിങ്ങുകളാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓരോ പ്രാവശ്യവും ഓരോ ടെക്നിക്കായിരിക്കും, അല്ലെങ്കിൽ പുതിയ പീരിയഡിൽ അതിന് വേണ്ട എക്സ്പെൻസസ് ആയിരിക്കും. പണ്ടത്തെ ഒന്നും നോക്കില്ല. എവറി എക്സ്പെൻസ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ഫോർ ഈച്ച് ന്യൂ ബജറ്റിംഗ് പീരിയഡ് സ്റ്റാർട്ടിങ് ഫ്രം എ സീറോ ബേസ്. മുമ്പുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് നോക്കാതെ സീറോ ബേസ് എന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവർ കുറച്ചും കൂടി ഹയറായിട്ട് മുമ്പോട്ട് ഊന്നൽ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ അവർ വാട്ട് ദേ സ്പെൻഡ് ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന സംഭവം അവർ ഇഗ്നോർ ചെയ്യണം. അവിടെ അവർക്ക് അതിനെക്കുറിച്ചിട്ടൊരു കൺസേൺ ഇല്ല. വാട്ട് ദേ സ്പെൻഡ് ലാസ്റ്റ് ഇയർ, അവർ ലാസ്റ്റ് ഇയർ എന്തോ ചെയ്തോട്ടെ, അവരതിനായിട്ട് എന്ത് ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല. അവർ പുതിയ ഒരു ഫ്രഷ് ഇവാലുവേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബജറ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെയാണ് സീറോ ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുക. ഇനി വീണ്ടും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും ഈ ഭാഗം കുറച്ച് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്.
ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്റ് എല്ലാം എന്താണ്? കോസ്റ്റിംഗ് ആണ് അല്ലേ? കോസ്റ്റിങ്ങിൽ എന്താ പ്രധാനം? കോസ്റ്റിംഗ് എന്തിനാ? വാരിയൻസ് ഡിറ്റർമിനേഷൻ ആണോ? കോസ്റ്റ് മെഷർമെൻ്റ് ആണോ? കോസ്റ്റ് എസ്റ്റിമേഷൻ ആണോ? കോസ്റ്റ് കൺട്രോൾ ആണോ? അപ്പോൾ ഇതൊക്കെ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ആണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരിക എന്താണ്? കോസ്റ്റ് കൺട്രോളാണ്. ഇതൊക്കെ കോസ്റ്റ് കൺട്രോളിൻ്റെ വിവിധ തരത്തിലുള്ള ടെക്നിക്കാണ്. എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാമെന്ന് തന്നെയാണ് ഇവരൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങിലൂടെ. അപ്പോൾ ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്? കോസ്റ്റ് കൺട്രോളാണ് അല്ലേ. ഓക്കെ, അടുത്തതും അത് തന്നെയാണ് സംഭവം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത മോഡൽ തന്നെയാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഈക്വൽസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സീരീസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അത് എന്താണെന്നാണ് ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആണോ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണോ? മെറ്റീരിയൽ ക്വാണ്ടിറ്റി വാരിയൻസ് ആണോ? മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണോ? അപ്പോൾ നമ്മൾ പഠിച്ചതാണ് MPV എന്ന് പറഞ്ഞിട്ട് എടുത്തു പഠിച്ചതാണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രൈസ് നിന്ന് ആക്ച്വൽ പ്രൈസ് കുറച്ച് ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? മെറ്റീരിയൽ പ്രൈസ്. ആ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെട്രിക്കാണ്. ദാറ്റ് മെഷേഴ്സ് എന്താ അവർ നോക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. അതാണ് അവിടെ നോക്കുന്നത് കേട്ടോ. ആക്ച്വൽ കോസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ കോസ്റ്റും അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു തുണിക്കടയിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 800 രൂപയുടെ ബിറ്റ്, ആ ഒരു ബിറ്റിന് 800 രൂപയാവുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് 800 രൂപയാവുണ്ടാവും, അല്ലെങ്കിൽ ഒരു 1200 രൂപ ആവുണ്ടാവും. ഏകദേശം നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് പോവുക, അല്ലെങ്കിൽ അല്ലാതെ നേരെ എല്ലാവരുടെയും അല്ല, നോർമൽ മിഡിൽ ക്ലാസ് ആൾക്കാർ പോകുന്ന കാര്യമാണ് പറയണത്. നമ്മളവിടെ പോയിട്ട് 2500, 3000, 5000 നമുക്കൊരു റേഞ്ച് ഉണ്ടായിരിക്കും അല്ലേ, ആ റേഞ്ചിലാണ് നമ്മൾ നോക്കുക ആദ്യം. അപ്പോൾ അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള ഡിഫറൻസ്, അത് എത്ര ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തു എന്നതിനെ നോക്കുന്നതാണ് ഈ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഫേവറബിളും എടുക്കാറുണ്ട്. അന്ന് ചോദിച്ചത് ഫേവറബിൾ ഏതാ എന്നാണ്. അപ്പോൾ മൈനസ് വന്നു കഴിഞ്ഞാൽ അൺഫേവറബിൾ എടുക്കും, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അൺഫേവറബിൾ എടുക്കും, പോസിറ്റീവ് ആണോ വന്നതെങ്കിൽ ഫേവറബിൾ വാരിയൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? ബാക്കി നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.